I've been to Trivandrum a few times before, but this is my first time to come here. Of course, I'd heard about the center here. I heard about Mahavishnu Goswami's disciples who are here. So I'm very happy to meet all of you here this evening. So Krishna consciousness is something very special. We're very fortunate to have this opportunity to take part in the Krishna consciousness movement.
കൃഷ്ണാബോധം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ളതാണ്. നമുക്കെല്ലാം വളരെയധികം ഭാഗ്യം ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ വരാനായി സാധിച്ചത്. We've achieved the rare human life, right? There are so many species of life and there's not so many human species. നമുക്ക് ഒരുപാട് മനുഷ്യ സമുദായങ്ങളുണ്ട്. പക്ഷെ അത്തരം മനുഷ്യ സമുദായത്തിൽ തന്നെ ഒരു വ്യക്തിയായി വരാനും പിന്നെ നമുക്ക് കൃഷ്ണാബോധം സ്വീകരിക്കാനും കിട്ടിയത് വളരെ ഭാഗ്യമാണ്. Sometimes when we live in the city, we don't appreciate how rare, how fortunate it is to have the human body, because there's so many other humans here. നമുക്കൊരു നഗരത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അറിയില്ല ഈ മനുഷ്യജന്മം എത്രത്തോളം അപൂർവമായിട്ട് കിട്ടിയാണ്. കാരണം നമുക്ക് ചുറ്റും എല്ലാവരും മനുഷ്യരാണ്. But certainly human life is very special and we want to make the proper use of the human form of life. പക്ഷെ എന്നിരുന്നാലും ഈ മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ വളരെയധികം അപൂർവവും പ്രത്യേകതയും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യജന്മം പൂർണ്ണതയിൽ എത്തിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. And by some good fortune we had the opportunity not only to get the human form of life but to contact the association of devotees. എന്തോ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയത്. പക്ഷെ അതിലും ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഭക്തന്മാരുടെ സംഘം കിട്ടിയത്. In the Chaitanya Charitamrita, Krishnadas Kaviraj describes the good fortune of a living entity. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തില് ഒരു ജീവാത്മാവിന് കിട്ടുന്ന അപൂർവ ഭാഗ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. Brahmanda Brahmite Kunyu Bhagyavanji Guru Krishna Prasade Pai Bhakti Lata Beach. So Kunyu Bhagyavanji, the living entity becomes fortunate when he meets the spiritual teachers. So ഇതില് പറയുന്നു ഒരു ജീവാത്മാവ് വളരെ ഭാഗ്യം ജനിക്കണം അദ്ദേഹത്തിന് ഒരു ആധ്യാത്മിക ആചാര്യനെ കണ്ടുമുട്ടാൻ. And by the mercy of the Guru, we're brought to some awareness of Lord Krishna. ഈ ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. Of course, it takes some time, but the Guru plants the seed of bhakti, the bhakti lata beach. That seed of devotion is planted into our hearts. പക്ഷെ അത് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ലഭിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കുമെങ്കിലും ആധ്യാത്മിക ഗുരു എപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആ ഭക്തിയാകുന്ന വിത്ത് വച്ചിട്ടുണ്ട്. And we have to nourish that plant, just like if you grow flowers or you grow vegetables, you have to water them regularly, you have to care for them and pull out the weeds. എങ്ങനെയാണോ നമ്മളൊരു ചെടി നട്ടിട്ട് അത് വളർത്തിയെടുക്കുന്നത്, അതിന്റെ കളകളൊക്കെ മാറ്റി അതിനെ പരിപോഷിച്ചെടുക്കുന്നത്, അതേപോലെ തന്നെ ഭക്തിയാകുന്ന വിത്ത് ആധ്യാത്മിക ഗുരു നൽകിയത് നമ്മൾ പോഷിപ്പിച്ചെടുക്കണം, വളർത്തണം. We have to fence the plants. Sometimes you have to put fencing around to protect them from the wild animals. നമ്മൾ ചിലപ്പോൾ ഒരു കൃഷിക്കൊക്കെ ഒരു ഭൂമിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി വേലി കെട്ടാറുണ്ട്. We hope you don't have too many wild elephants coming here. ഇവിടെ അങ്ങനെ കാട്ടാനകളൊന്നും വരാറില്ല. But still, the wild elephant offense, hati aparad. പക്ഷെ ഈ നമ്മളിവിടെ പറയുന്ന ആന അല്ലെങ്കിൽ കാട്ടാന എന്ന് പറഞ്ഞാല് വലിയൊരു അപരാധമാണ്. അപ്പൊ അത് വരാം, അത് നമ്മളിൽ വരാം. The offense which can destroy our creeper of devotion. ഈ അപരാധം നമ്മുടെ ഭക്തിയാകുന്ന തളർത്ത ആ ലതയെ നശിപ്പിക്കും. So we want to nourish that creeper, that bhakti lata beach, and the watering process, of course, is regularly hearing and chanting. അപ്പൊ അങ്ങനെ നമ്മുടെ ഭക്തിയാകുന്ന ചെടിയെ നമ്മൾ സംരക്ഷിക്കുകയും അതേസമയം അതിന് വെള്ളം ഒഴിച്ച് അതിനെ പോഷിപ്പിക്കുകയും ചെയ്യണം. അത് ജപത്തിലൂടെയും കേൾക്കുന്നതിലൂടെയുമാണ് സംഭവിക്കുന്നത്. So very nice to see you have a
a nice place here for your programs regularly. You're here regularly every day. You're having Bhagavatam classes and Bhagavad Gita in the evening. ഇവിടെ ഭാഗവതവും ഭഗവത്ഗീതയും റെഗുലറി നടക്കുന്നുണ്ട്. The congregation has made an online thing. They will come together and Bhagavad Gita and Bhagavad Online. What is it? Zoom? Zoom. Okay, very good. Morning Bhagavad Gita. How many people? Morning 50 devotees. 50. 5 online. People from Different groups. different countries? Singapore? Singapore, Malayalam. It is Malayalam. Oh, it's in Malayalam. It is Malayalam. Oh, yeah, so yeah, you won't get too many Singapore people. Gulf devotees. Huh? Gulf Oh, devotees. the Gulf devotees, yeah? Malayalam. Must be quite early in the morning for them. A bit difficult for them. Evening Chaitanya Charitamrita program is here, 5 o'clock. Evening. Chaitanya 5 o'clock. ചൈതന്യ ചരിതാമൃതം. Evening. Oh, good. 7 o'clock, Bhagavad Gita. Oh, 2 classes. 3 classes. ഭാഗവതം ചൈതന്യ. Except Sunday. Except. Very good. Sunday they have physical association. Very nice. That's a nice way to stay alive in Krishna consciousness. കൃഷ്ണബോധത്തിൽ നമുക്ക് ഊർജ്ജസ്വലമായിട്ട് നിൽക്കാൻ ഇത്തരം പ്രക്രിയകൾ വളരെ നല്ലതാണ്. In Chaitanya Charitamrita, Krishna Das Kaviraj says, Nitya Siddha Krishna Prem Shadja Kabunai Shravanadi Shudachite Korehe Udai. The love of Krishna is in the heart of all living entities. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിനുള്ളിലും ഭഗവാനെ കുറിച്ചുള്ള സ്നേഹം ഒളിച്ചിരിക്കുന്നു. And it's awakened by hearing. അത് ഉണരുന്നത് എങ്ങനെയാണ്? നമ്മൾ കേൾക്കുന്നത് വഴിയാണ്. So it's very important that we take the time to hear regularly. അപ്പോൾ ഇത്തരം വളരെ നല്ലൊരു സുകർമ്യമായ പ്രവർത്തനമാണ് നമ്മൾ സമയമെടുത്തിട്ട് കേൾക്കാനായിട്ട് സമയം കൊടുക്കുന്നത്. We also have regular programs for our devotees in China. ചൈനയിൽ ഞങ്ങൾക്ക് ഇതേപോലെ പ്രോഗ്രാംസ് ഉണ്ട്, എല്ലാ ദിവസവും പ്രോഗ്രാംസ് ഉണ്ട്. Actually, tomorrow morning, 4:30, I have a class. നാളെ എനിക്ക് 4:30 സമയം, മോർണിംഗ് 4:30 എനിക്ക് ചൈനയിലെ ഭക്തന്മാരുമായിട്ട് ഒരു ക്ലാസ് ഉണ്ട്. The 2.5 hours ahead of us, so my 4:30 in the morning here is 7 o'clock there. നമ്മുടെ ഇവിടുത്തെ 4:30 എന്ന് പറഞ്ഞാൽ അവിടെ 7 മണിയാണ്. But still we get 300 people in the morning. ചൈനയിൽ 300 പേര് ഡെയിലി മോർണിംഗ് ക്ലാസ് എടുത്തിട്ടുണ്ട്. Before they go to work, they hear some Bhagavatam. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഭാഗവതം കേട്ടിട്ടാണ് പോകുന്നത്. Yeah, it's very important. Even before COVID, we were having online classes. കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചൈനയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. Because China is such a big country and people are so far apart from each other, it's difficult to. It's the only practical way to have programs. ചൈന വലിയൊരു രാജ്യമായതുകൊണ്ട് പല ഭക്തന്മാരും പല പല സ്ഥലത്തായതുകൊണ്ട് അവരെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവരാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും ഉചിതം. So it's quite successful for us. Every morning we have classes in the morning, we have classes in the evening also. അത് ഞങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ക്ലാസ്സുകൾ വളരെയധികം വിജയകരമായി ഞങ്ങൾക്ക് മോർണിംഗിലും ഈവനിങ്ങിലും ക്ലാസ്സുകളുണ്ട്. Classes are very much appreciated by the devotees. ഇത്തരം ക്ലാസ്സുകൾ ഭക്തന്മാർ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. അവർക്ക് അത് ഒരുപാട് ഊർജവും ഫലങ്ങളും നൽകുന്നു. So in the Srimad Bhagavatam, of course, Srimad Bhagavatam also describes the importance of hearing regularly. അപ്പോൾ ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കണം. Nasta prayasva bhadreshu nityam bhagavata sevaya. Right?
by rendering service to the pure devotees, by regularly hearing the Srimad Bhagavatam, then it cleanses the desire for material enjoyment. ശ്രീമദ് ഭാഗവതം നിരന്തരം നമ്മൾ കേട്ടാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള ഭൗതിക ആഗ്രഹങ്ങളും Rupa Goswami describes in his Bhakti Rasamrita Sindhu, he said, you better not hear Srimad Bhagavatam. രൂപ ഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, നമുക്കൊരു ഇതായിട്ട് പറയും, നിങ്ങൾ ഭാഗവതം കേൾക്കാൻ പാടില്ല. He said, if you hear the Srimad Bhagavatam, you'll lose your desire for economic development and sense gratification. കാരണം അദ്ദേഹം പറയുന്നത്, നമ്മൾ നിരന്തരം ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക അഭിവൃദ്ധിയും മറ്റ് ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ആഗ്രഹം പോകും. So that's the benefit of hearing Srimad Bhagavatam. ഇതാണ് ശ്രീമദ് ഭാഗവതം കേൾക്കുന്നതിന്റെ ഫലം. Devotees, we're not devoted to sense gratification. Rather, we're tired of that endeavor for sense gratification. നമ്മളാരും ഇന്ദ്രിയാസ്വാദനത്തിന്റെ ഭക്തന്മാരല്ല. ഒരുപാട് ജന്മങ്ങളായിട്ട് ഇന്ദ്രിയാസ്വാദനത്തിന്റെ ഭക്തന്മാരായി തുടർന്ന് നമ്മളിപ്പോൾ അതിൽ ക്ഷീണിച്ചിരിക്കുകയാണ്. In Queen Kunti's prayers, she describes Janma Aishwarya Shuddhashadya Edamana Madapunam Naivardhati Avidatum Vai Tvam Akinchana Gocharam. Queen Kunti prays, she says that you're easy to obtain, O Lord, but only by those who've given up their endeavor for material progress, for enjoying the material world. കുന്തിദേവി ഇങ്ങനെ ഭഗവാനോട് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തില്, ഭഗവാനെ അങ്ങേ കിട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആർക്കാണ് അങ്ങേക്ക് എളുപ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ, ഏതൊരു വ്യക്തിയാണ് ഭൗതിക ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന അത്തരം വ്യക്തികൾക്ക് അങ്ങേ കിട്ടാൻ വളരെ എളുപ്പമാണ്. The Lord is Akinchana Gochara. He is approached by those who are materially impoverished. In other words, they have no more taste for enjoying the material world. ഭഗവാനെ അകിഞ്ചന ഗോചര എന്നാണ് പറയുന്നത്. അകിഞ്ചന ഗോചര എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കാണ് ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഭൗതികമായി വിജയിക്കാനുമുള്ള ആ ഒരു രുചി നഷ്ടപ്പെടുന്നത്, അത്തരം വ്യക്തികൾക്ക് ഭഗവാൻ വളരെ എളുപ്പമാണ് കിട്ടാൻ. So long as we are trying to cultivate an enjoying mood in this material world, then we cannot approach the Lord with sincere feelings. ഏതൊരു വ്യക്തിയാണ് ഭൗതിക ആഗ്രഹത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പോകാനായിട്ട് ശ്രമിക്കുന്നത്, അത്തരം ഒരു വ്യക്തിക്ക് ഭഗവാൻ എളുപ്പമല്ല, സുപ്രാപ്യനല്ല. So when we take initiation in Krishna consciousness, when we accept the initiation from the bona fide spiritual master, at that time it's understood that we've given up our endeavor for material success. നമ്മൾ ദീക്ഷ എടുക്കുകയാണ്, ഒരു നിർവ്യാജനായ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയുള്ള യത്നം അവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയുള്ള ജീവിതമാണ് തുടങ്ങുന്നത് എന്നാണ്. Lord Chaitanya Mahaprabhu began having kirtan after his initiation. He came back from Gaya and he started to have kirtan every evening with all the devotees in the home of Srivas Thakur. അപ്പം ചൈതന്യ മഹാപ്രഭു ഗയയിൽ പോയി തന്റെ ആധ്യാത്മിക ആചാര്യയിൽ നിന്ന് ദീക്ഷ എടുത്തതിന് ശേഷം തിരിച്ചു വന്ന് അദ്ദേഹം ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ വെച്ച് എല്ലാ ദിവസവും രാത്രി സമയത്ത് കീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഭക്തന്മാരെ ആ കീർത്തനത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. Lord Chaitanya actually told the devotees, we shouldn't sleep anymore at night. Why should we waste so much time sleeping? We will just have kirtan every night. ചൈതന്യ മഹാപ്രഭു തന്റെ ഭക്തൻ ജനങ്ങളോട് പറഞ്ഞു, നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരുപാട് രാത്രി സമയം ഉറങ്ങുന്നത്? ഈ ഉറക്കം നമുക്ക് കുറയ്ക്കാം, രാത്രി നമുക്ക് കീർത്തനങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. So the devotees would gather in the home of Srivas and they'd have those nocturnal kirtans.
അങ്ങനെ ഭക്തന്മാർ, ചൈതന്യ മഹാപ്രഭുവിന്റെ അനുചരന്മാരും ഭക്തന്മാരും ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലെത്തി. അങ്ങനെ രാത്രി സമയം മുഴുവൻ കീർത്തനങ്ങളാണ്. So people were attracted, they wanted to see it, but at this point the kirtans were not public, they were private, they were only for the intimate associates of Lord Chaitanya. ഈ രാത്രി വീട്ടിലെ ഒരുപാട് കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ അടുത്തുള്ളവർക്കൊക്കെ അത് കാണാനും അതിൻ്റെ അകത്ത് കയറാനും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേ സമയത്ത് കീർത്തനം പബ്ലിക് അല്ലായിരുന്നു, പ്രൈവറ്റ് ആയിരുന്നു. ഒരുപാട് ഭക്തിയിൽ ഉന്നതമായിട്ടുള്ള ആഴത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിൽ പ്രവേശനം ഉണ്ടായിരുന്നു. So Srimad Chaitanya Bhagavat describes different people who all wanted to see the kirtan. ചൈതന്യ ഭാഗവത്തില് ആർക്കൊക്കെയാണ് ഈ ചൈതന്യ മഹാപ്രഭു അനുചരന്മാരും ചെയ്യുന്ന കീർത്തനം കാണാൻ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. There was the one brahmachari who only lived on milk and fruits. ഒരു ബ്രഹ്മചാരിക്ക് കേൾക്കാനായിട്ട് താല്പര്യമാണ്, അതിനകത്ത് പ്രവേശിക്കാൻ താല്പര്യമാണ്. അദ്ദേഹം ആ കൂടെ പാലും പഴങ്ങളും മാത്രം കഴിക്കുന്ന ഒരു ബ്രഹ്മചാരിയായിരുന്നു. And he begged Srivas Thakur, oh please, I just want to see the kirtan. ആ ബ്രഹ്മചാരി വന്ന് ശ്രീവാസ് ഠാക്കൂറിന്റെ കാല് പിടിച്ചു പറഞ്ഞു, അല്ല എന്നെ കൂടെ ആ കീർത്തനത്തിൽ ഉൾക്കൊള്ളിക്കണേ. So Srivas told him that, oh no, it's not good, Lord Chaitanya won't like it. അപ്പം ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ഇല്ല നിന്നെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റില്ല, കാരണം ചൈതന്യ മഹാപ്രഭുവിന് അത് ഇഷ്ടമാവില്ല. But he begged again and again, many times he petitioned Srivas, please allow me to see this kirtan. പക്ഷെ അദ്ദേഹം വീണ്ടും ശ്രീവാസ് ഠാക്കൂറിന്റെ അടുത്ത് കേണപേക്ഷിച്ചു, എന്നെ എങ്ങനെയും ആ കീർത്തനത്തിന് ഉള്ളിലേക്ക് വിടണേ. And I'm a brahmachari and I only live on milk and fruits. പറഞ്ഞു, ഞാനൊരു ബ്രഹ്മചാരിയാണ്, ഞാൻ പാലും പഴങ്ങളും കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. So Srivas thought, oh well, you let him hide behind the curtain in the room. ശ്രീവാസ് ഠാക്കൂറിന് അത് കേട്ടപ്പോൾ അലിവ് തോന്നി. അദ്ദേഹം അയാളെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, പക്ഷെ ഒരു കർട്ടന്റെ പുറകിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു. But when Lord Chaitanya came and the devotees came and they had the kirtan, then Lord Chaitanya says, stop, something is wrong, I don't feel the same pleasure anymore. അപ്പൊ ചൈതന്യ മഹാപ്രഭുവും ഭക്തന്മാരും വന്നു ചേർന്നു, അവരെല്ലാം കീർത്തനം തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു കീർത്തനം നിർത്താൻ, എന്തോ ഇവിടെ പ്രശ്നമുണ്ട്, എനിക്കൊന്നും ആ രുചി കിട്ടുന്നില്ല. And Lord Chaitanya questioned, is somebody here who shouldn't be here? ഇവിടെ വരാൻ പാടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? And that man who was hiding behind the curtains, he heard Lord Chaitanya and he became worried, so he came out, he exposed himself, and he fell at Lord Chaitanya's feet. അപ്പൊ അദ്ദേഹം പുറത്തിറങ്ങി, കട്ടന്റെ പുറത്തിലേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് ഭയമായി ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ പറഞ്ഞപ്പോ. അദ്ദേഹം വന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. And he told Chaitanya Mahaprabhu, you know, I'm a brahmachari and I only live on milk and fruit. I just wanted to see the kirtan. ബ്രഹ്മചാരി ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ പഴങ്ങളും പാലും മാത്രമേ കുടിക്കുകയുള്ളൂ, അതുകൊണ്ട് എനിക്കൊന്ന് കീർത്തനം കേൾക്കാൻ വേണ്ടി ഞാൻ അകത്ത് പ്രവേശിച്ചു. Mahaprabhu was disgusted with him. He said, do you think you can get love of Krishna just because you're a brahmachari and you live on milk and fruits? ചൈതന്യ മഹാപ്രഭു കുറച്ച് വിഷമമായി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് കൃഷ്ണന്റെ പ്രേമം കിട്ടുമെന്ന്? നീ ഒരു ബ്രഹ്മചാരി ആയതുകൊണ്ടും നിനക്ക് പാലും പഴങ്ങളും കഴിക്കുന്നതുകൊണ്ട് നിനക്ക് കൃഷ്ണപ്രേമം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? That is not the way to approach Lord Krishna. അങ്ങനെ കൃഷ്ണന്റെ അടുത്ത് എത്താൻ നിനക്ക് സാധിക്കില്ല. You foolish person. നീ ഒരു മണ്ടനാണ്. So the man was shocked, and he was very fortunate to get the instructions from Chaitanya Mahaprabhu. അദ്ദേഹത്തിന് ആദ്യം ഒരു അമ്പരപ്പ് തോന്നിയെങ്കിലും പിന്നെ അദ്ദേഹം വിചാരിച്ചു, ഞാൻ വളരെ ഭാഗ്യം ജനിച്ച വ്യക്തിയാണ്, കാരണം ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് എനിക്കൊരു നിർദ്ദേശം കിട്ടിയല്ലോ. Mahaprabhu explained to him the process is based on devotion, love of God, not just your foolish austerities. അപ്പം ചൈതന്യ മഹാപ്രഭു ബ്രഹ്മചാരിയോട് പറഞ്ഞു, നിന്റെ ശുഷ്കമായ വിരക്തി കൊണ്ട് നിനക്ക് ഭഗവാനെ കിട്ടില്ല, നിനക്ക് പരിശുദ്ധ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ. And then there was another smarter Brahmana. He wanted to also see the kirtan, and he approached Chaitanya Mahaprabhu directly and requested him,
I want to come. I want to see that kirtan you're doing every night. മറ്റൊരു സ്മാർത്ത ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, ജാതീയമായി ചിന്തിക്കുന്ന ബ്രാഹ്മണൻ. അദ്ദേഹം നേരിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കീർത്തനം ഒന്ന് കേൾക്കണം. But Lord Chaitanya said, "Oh no, I'm sorry, it's not for you. No, we don't want you coming to our kirtan." അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്നോട് ക്ഷമിക്കണം, അങ്ങേക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കില്ല, ഇത് അങ്ങേക്ക് വേണ്ടിയുള്ളതല്ല. So the Brahmana said, "If I can't come to the kirtan, I'm going to curse you." അപ്പൊ ബ്രാഹ്മണൻ ദേഷ്യം വന്നത് കേട്ടപ്പോ, എനിക്ക് കീർത്തനത്തിൽ നിങ്ങൾ പ്രവേശിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാം ശപിക്കും. And he took his Brahman thread and broke it. He said, "I curse you. You will never enjoy material life." അപ്പൊ ബ്രാഹ്മൺ ത്രെഡ് എടുത്തിട്ട് അത് വലിച്ചു പിടിച്ച് പൊട്ടിച്ചു കളഞ്ഞിട്ട് അദ്ദേഹം ശപിച്ചു, നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഭൗതികമായ സുഖം കിട്ടത്തില്ല. So Mahaprabhu said, "Oh, Hari Bo." മഹാപ്രഭു ഭയങ്കര സന്തോഷമായി, താങ്ക് യു. Would you like that curse? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ശാപം വേണം? Yeah. Sometimes devotees say, "Well, I want to enjoy material life and spiritual life." ചിലപ്പോ ഭക്തന്മാര് പറയും, എനിക്ക് രണ്ടും വേണം എന്ന് പറയും. Well, you can't have your foot in two boats, you see. നമുക്ക് ഒരു തോണിയിൽ, രണ്ട് തോണിയില് കാല് വെക്കാൻ പറ്റില്ല. If you want spiritual life, you have to give up the endeavor for material pursuits. നമുക്ക് ആധ്യാത്മികമായ പുരോഗതി വേണമെങ്കിൽ നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ആ താല്പര്യം ഒഴിവാക്കിയേ പറ്റൂ. So Lord Chaitanya, he was happy to be cursed like this. ചൈതന്യ മഹാപ്രഭുവിന് സന്തോഷമായി തനിക്ക് ഈ ശാപം കിട്ടിയതിൽ. And later on, shortly after that, he took sannyas. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്യാസവും എടുത്തു. So, happiness in the material world, there's only a glimmer of pleasure in material life. ഭൗതിക ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മൾ പോകാറുണ്ട്, പക്ഷെ ആ സന്തോഷത്തിന്റെ ഒരു നേർത്ത ഒരു തരി മാത്രമേ ആവുന്നുള്ളൂ. Real happiness is not found from the body and from the senses. യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നോ ഇന്ദ്രിയങ്ങളിൽ നിന്നോ കിട്ടുന്നതല്ല. Real happiness has to come from the soul, from within. നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥ സന്തോഷം. Lord Rishabdev instructed his 100 sons about the importance of doing some tapasya. ഋഷഭദേവ് തന്റെ 100 പുത്രന്മാരോട് തപസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു കൊടുത്തു. Lord Rishabdev, the Jains, they worship him as one of their Tirthakars. Rishabdev is the first of all the 12 Tirthakars, and we worship Rishabdev as an incarnation of Lord Vishnu. ജൈനിസത്തില് ജൈനന്മാരുടെ ആദ്യ തീർത്ഥാകാരായിട്ട് ഋഷഭദേവനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഋഷഭദേവനെ ഭഗവാന്റെ അവതാരമായിട്ടാണ് കാണുന്നത്. Sometimes we go to the Jain temples and we get them to purchase a whole set of Srimad Bhagavatam. നമ്മൾ ചിലപ്പോൾ ജൈൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഭാഗവത് സെറ്റ് അവിടെ വിതരണം ചെയ്യാറുണ്ട്. We show them Lord Rishabdev is here, and then they read, they read the Sanskrit and they think, yes, very good. അപ്പൊ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും ഋഷഭദേവനെ കുറിച്ചുള്ള പാസ്റ്റേയും ഒക്കെ അതിനകത്ത്. അവരത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും, അവരത് വാങ്ങും. If they read Prabhupada's purports, they would never take the Bhagavatam. ഒരു ഭാവാർത്ഥങ്ങളൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ഭാഗവതം എടുക്കില്ല, പക്ഷെ ഋഷഭദേവന്റെ പിക്ചർ കണ്ടാൽ. But when they read the verses of Srimad Bhagavatam, they say it's very nice. അവർ ആ ശ്ലോകങ്ങൾ വായിച്ചു നോക്കിയാൽ അവര് വളരെ സന്തോഷം അവരെടുക്കും. And we take full sets of our book. അവരങ്ങനെ ഫുൾ സെറ്റ് ഭാഗവതം എടുക്കും. So anyway, Rishabdev told his sons that don't try to enjoy pleasures which are available even for animals like the pigs which eat stool. ഋഷഭദേവ് തന്റെ പുത്രന്മാരോട് പറയാണ്, ഭൗതിക ലോകത്തിൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ഒരിക്കലും പോകരുത്. ഈ ഇന്ദ്രിയാസ്വാദനം ഒരു മലം കഴിക്കുന്ന പന്നികൾക്ക് വരെ കിട്ടുന്ന കാര്യമാണ്. There's pleasure
For the pigs which eat stool, they're actually enjoying that activity. അമേദ്യം കഴിക്കുന്ന പന്നികൾ വരെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അത് കാരണം അത് ഒരു ഭൗതികമായ പ്രവർത്തനം തന്നെയാണ്. It said Brihaspati one time he cursed Indra, the king of heaven. He cursed Indra because of his bad behavior. He cursed become a pig. ഇന്ദ്രൻ ഒരു വേളയിൽ തെറ്റായ പ്രവർത്തനം ചെയ്തപ്പം ബൃഹസ്പതി ഇന്ദ്രന് ഒരു ശാപം കൊടുത്തു. ശാപം എങ്ങനെയാന്ന് വെച്ചാൽ നീ ഒരു പന്നിയായി തീരട്ടെ. And Indra had to give up being the king of heaven and live in the pig body in the pigsty. അപ്പം ഇന്ദ്രന് അത് കാരണം പന്നിയുടെ ശരീരം കിട്ടുകയും പന്നിയുടെ കൂടാരത്തിൽ താമസിക്കുകയും വേണം. അദ്ദേഹത്തിന്റെ ഇന്ദ്രൻ ദേവരാജാവ് എന്നുള്ള പദവി ഉപേക്ഷിക്കുകയും ചെയ്തു. So after some time Brihaspati came and said, all right, you've been a pig long enough now, you should come back to heaven. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഗുരുവിന് വിഷമം തോന്നി. അദ്ദേഹം തിരിച്ച് ഇന്ദ്രന്റെ അടുത്ത് വന്നു. നീ കുറെ നാളായിട്ട് പന്നിയുടെ രൂപത്തിലാണ് ജീവിക്കുന്നത്, ഇനി മതി, നിനക്ക് തിരിച്ചു വരാം. And Indra is in the body of a pig, and what does he say? He said, no, I'm happy here. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, എന്തിനാ എന്നെ തിരിച്ചു വിളിക്കുന്നത്, ഞാൻ ഇവിടെ സന്തോഷവാനായിട്ട് ജീവിക്കുകയല്ലേ. He said, I have my pig family. എനിക്ക് എന്റെ പന്നി കുടുംബം ഉണ്ടല്ലോ. I have all my pig children. എന്റെ പന്നിക്കുട്ടികൾ ഉണ്ടല്ലോ. And every day we get big buckets of food. The farmer's so good to us, he feeds us a lot. ബക്കറ്റ് നിറച്ച് ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഡെയിലി. So Indra said, I'm happy here. Why am I leaving? ഇന്ദ്രൻ ഇങ്ങനെ പറയും, ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്, ഞങ്ങൾ എന്തിനാണ് ഇവിടുന്ന് പോകുന്നത്. That's the nature of material life. That even though we may be in the most miserable condition, we think, oh, it's not so bad. ഇതാണ് ഭൗതിക ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും നമ്മൾ വിചാരിക്കും ഇത് അത്ര വലിയ ദുരിതമൊന്നും അല്ലല്ലോ. Lord Krishna is always thinking how to bring us out of this world and bring us back to our real home. അപ്പം ഭഗവാൻ എപ്പോഴും നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകാം. But we think, no, I'm happy here, I'm fine here, this is nice. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്, ഞാനിവിടെ ഈ ഭൗതിക ലോകത്തിൽ സന്തോഷവാനാണ്, എനിക്കിവിടെ സന്തോഷം കിട്ടുന്നുണ്ട്, ഞാൻ എന്തിനാണ് ആധ്യാത്മിക ലോകത്തിൽ പോകുന്നത്. So Brihaspati was trying to tell Indra, you have to come back, you have to be the king of heaven. He said, no, I'm happy here, I get a lot of food every day, look, I'm becoming very healthy here, I'm a big fat man here, big fat pig. അപ്പം ബൃഹസ്പതി ഇങ്ങനെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. പക്ഷെ ഇന്ദ്രന് പറയില്ല, എനിക്ക് നല്ല നല്ല ശരീരം, എനിക്ക് പുഷ്ടിയുള്ള ശരീരമുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്കിവിടെ സന്തോഷമാണ്, ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും. So Brihaspati said, oh, you want to stay here? All right, I'll just wait. I'm just going to get the butcher. And he brought the butcher, came with a big knife. And they said, all right, where's that big fat pig? അപ്പം ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ വലിയ തടിയുള്ള പന്നിയാണ് എന്ന് വിചാരിച്ച് അഹങ്കരിച്ചപ്പം ബൃഹസ്പതി പറഞ്ഞു, എങ്കിൽ നീ അവിടെ നിൽക്കും, ഞാൻ ഒരു കശാപ്പുകാരനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പൊ കശാപ്പുകാരൻ വന്നിട്ട് എവിടെ ആ തടിയുള്ള പന്നി എന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ പേടിച്ചു പോയി, ഞാൻ പറഞ്ഞു എന്നെ തിരിച്ചെടുക്കും. So material world, from the highest to the Abrahma Bhuvana Loka Punar Avartano Arjuna Mamu Pechatu Kontiya Punar Janmana Vichate. From the highest planet, the planet of Brahmaloka, down to the lowest, all are places of misery where birth and death take place. ബ്രഹ്മലോകം മുതൽ താഴെയുള്ള എല്ലാ ലോകങ്ങളിലും ജനന മരണ ചക്രങ്ങൾ നടക്കുകയാണ്. അവിടെ എല്ലാം ദുരിതപൂർണമായ ലോകങ്ങളാണ്. But one who comes to me, Krishna says, one who comes to you will never come back to this place. പക്ഷെ ആരാണോ എന്റെ അടുത്തേക്ക് വരുന്നത് ആ വ്യക്തി തിരിച്ചു വരേണ്ട ആവശ്യമില്ല. So we want to understand the real value of the human form of life. It is meant for self-realization. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആധ്യാത്മിക നമ്മുടെ ഈ മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ ആത്മസാക്ഷാത്കാരമാണ്. And Lord Rishabdev wanted to impress this upon his sons. Rishabdev has many sons. He had 100 sons, right?
And the oldest son was Bharat, right. And there were 9 sons who were the Nav-Yogendras, the 9 Yogendras. They were Bhagavad preachers traveling everywhere preaching. You can read in the 11th canto how they met Maharaj Nimi. അപ്പം ഋഷഭദേവന് 100 പുത്രന്മാരുണ്ട്. അതിലെ ആദ്യത്തെ പുത്രന്റെ പേര് ഭരത്താണ്. മറ്റ് പുത്രന്മാര് നവയോഗേന്ദ്രന്മാരാണ്. 11ാം സ്കന്ധത്തില് നമുക്ക് നവയോഗേന്ദ്രന്മാരെ ഈ ലോകമെമ്പാടും ഭാഗവതം പ്രചരിപ്പിക്കുന്ന കാര്യം അറിയാം. അവര് മഹാരാജ് നിമിയെ കണ്ട കാര്യം അറിയാം. And then Rishabdev divided up the planet and gave it to 9 other sons. എന്നിട്ട് മറ്റ് 9 പുത്രന്മാരും ഉന്നതരായിരുന്നു. അവർക്ക് ഈ ഭൂമിയെ 9 ആയിട്ട് വിഭജിച്ച് അവർക്ക് ഭരിക്കാനായി കൊടുത്തു. And the other 81 sons were all Brahmanas. മറ്റും 81 പുത്രന്മാരും ബ്രാഹ്മണന്മാരായിരുന്നു. ഇതായിരുന്നു ഋഷഭദേവന്റെ 100 പുത്രന്മാരുടെ കാര്യം. Although Rishabdev was Kshatriya, actually, but all of his sons became Brahmanas. ഋഷഭദേവൻ ഒരു ക്ഷത്രിയനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ 100 പുത്രന്മാരും ഒരു ബ്രാഹ്മണനായി തീർന്നു. So Rishabdev telling his sons that don't think that life is meant just for satisfying the senses. ഋഷഭദേവൻ തന്റെ പുത്രന്മാരെ ഇങ്ങനെ ഉദ്ഘോഷിച്ചു, ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയുള്ളതല്ല. Life is meant for doing some tapasya, accept some voluntary, accept some austerities. ജീവിതം എന്ന് പറഞ്ഞാല് ഒരു തപസ്യ ചെയ്യാനാണ്. നമ്മൾ സ്വയമേ തന്നെ കുറച്ച് തപശ്ചര്യകൾ എടുക്കേണ്ടതാണ്. Nayam deho deha bhajam niraloke krishtam kamanahate vidbhujam ye tejotivyam putrikayena sattvam shudayat yasmat brahmashokyam tvanantam. Srila Prabhupada lectured on this verse many occasions. It's very important verse because Rishabdev is saying life is not meant just for sense gratification. ഈ ഒരു ശ്ലോകം ഋഷഭദേവൻ ഒരുപാട് വട്ടം ശ്രീല പ്രഭുപാദ് ഒരുപാട് അത് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, ലെക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ശ്ലോകത്തിൽ പറയുന്ന ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയുള്ളതല്ല എന്ന് ഊന്നി പറയുന്നു. That sense gratification, that is available even for the animals like the pigs which eat stool. ഋഷഭദേവൻ പറയാണ് ഇന്ദ്രിയാസ്വാദനം സാധാരണ ഒരു പന്നികൾക്ക് കൂടി കിട്ടുന്ന കാര്യമാണ്. One is meant to voluntarily accept some tapasya, do a little austerity. ഒരു വ്യക്തി സ്വയമേ കുറച്ച് തപശ്ചര്യകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. And by doing some tapasya, we will become purified. അങ്ങനെ ആ തപശ്ചര്യകൾ ചെയ്ത് നമ്മൾ നമ്മുടെ സത്വത്തെ പരിശുദ്ധീകരിക്കണം. And with that purification, we can experience real happiness. അങ്ങനത്തെ പരിശുദ്ധീകരണം നമ്മുടെ അവബോധത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. It's not wrong to want happiness, but we have to know the process. നമ്മൾ സന്തോഷവാനാകുക എന്നത് ഒരു തെറ്റല്ല, പക്ഷെ അത് ഏത് രീതിയിലാകണം എന്നത് നമ്മൾ മനസ്സിലാക്കണം. It's the nature of the soul to be joyful. The soul is always joyful. ഒരു ആത്മാവിന്റെ സ്വഭാവം തന്നെ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുക എന്നുള്ളതാണ്. Srila Prabhupada had this one servant, and you know, he was not doing very well in Krishna consciousness, and Prabhupada could see it. ശ്രീല പ്രഭുപാദിന് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. പ്രഭുപാദിന് മനസ്സിലായി ആ ശിഷ്യൻ കൃഷ്ണാബോധത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാവും. You know, when you're not in Krishna consciousness, you're listening to the mind, and you start to get, miserable. You feel depressed and miserable. നമ്മൾ കൃഷ്ണാബോധത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കും. മനസ്സിനെ കേട്ട് വരുന്ന ഒരു വ്യക്തിയുടെ മുഖവും അദ്ദേഹത്തിന്റെ ചിന്താഗതിയൊക്കെ ഒരു നിരാശാഭാവത്തിൽ, വിഷാദഭാവത്തിലായിരിക്കും. Srila Prabhupada said to this servant, he said, Purushottam, his name is Purushottam. He said, Purushottam, you cannot be in Krishna consciousness if you are morose. നീ എപ്പോഴും ഈ നിരാശയും വിഷാദ രൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും കൃഷ്ണാബോധം നിനക്ക് പുരോഗമിക്കാൻ കഴിയില്ല. You're morose, you're miserable, you're depressed, you have no enthusiasm, no eagerness for devotion.
ശ്രീല പ്രഭുപാദ് മൊറോസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും വിഷാദത്തിലാണ്, നമുക്കൊരു ഉത്സാഹമൊന്നുമില്ല, എപ്പോഴും ഒരു ദുരിതപൂർണമായ ഒരു ജീവിതം പോലെ നമ്മൾ ഇരിക്കുന്നു. So we have to transcend the mind. We have to overcome that mind which is hankering on the material platform, trying to enjoy. ഈ മനസ്സാണ് നമ്മൾ ഇത്തരം ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ മനസ്സിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് ആത്മീയ തലത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് ശ്രമിക്കണം. Prahlad Maharaj calls it chewing the chewed. Puna puna vital charvananam. Chewing what has already been chewed. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, ഇത് നമ്മൾ ചവച്ചതിനെ വീണ്ടും ചവയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ഭൗതിക ആനന്ദം. Just like if you take the sugar cane after you've already taken out all the juice. You know, they put the sugar cane through that, grind the two wheels and crush out the juice, and then you have the stalks of cane. So if you take that sugar cane after you've already taken out the juice, are you going to chew it? നമ്മളൊരു കരിമ്പെടുത്തിട്ട് അത് വലിയൊരു കരിമ്പിന്റെ ആ ഒരു മെഷീനിൽ ഇട്ട് കഴിഞ്ഞ് അതിന്റെ എല്ലാ ജ്യൂസ് ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിനകത്ത് കുറച്ച് ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതെടുത്തിട്ട് നമ്മൾ എത്ര കടിച്ചു നോക്കിയാലും അതിനകത്ത് രുചി ഉണ്ടാവില്ല. Of course there's no taste in it, just like chewing some bamboo. അതിന് ഒരു രുചിയും ഉണ്ടാവത്തില്ല, അതൊരു മുളകളെടുത്ത് കടിക്കുന്നത് പോലെ തോന്നും. So material life is like that. We are trying to chew what has already been chewed. ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് നമ്മൾ വീണ്ടും വീണ്ടും ചവയ്ക്കുന്നതിനെ ചവയ്ക്കുകയാണ്. We've already been trying so many times to enjoy the material world, and life after life we have failed. നമ്മൾ ഒരുപാട് വട്ടം വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിനെ ഭൗതികപരമായി ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക, പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The real success comes when we come to understand our spiritual identity. എപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ ആത്മീയ വ്യക്തിത്വത്തെ മനസ്സിലാക്കുമ്പോഴാണ്. And we want to then go on and understand our relationship with Lord Krishna. ആത്മീയ വ്യക്തിത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. So this relationship is developed through the process of regularly hearing and chanting. അപ്പൊ ഈ ഒരു നമ്മുടെ ബന്ധം, ഭഗവാനുമായുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കാന്ന് വെച്ചാൽ നമ്മൾ എന്നും കേൾക്കുകയും എന്നും ജപിക്കുകയും ചെയ്താലേ ഇത് സാധിക്കുള്ളൂ. Nourishing that creeper of devotion and guarding against the weeds which grow. നമ്മൾക്ക് ആധ്യാത്മിക ഗുരു തന്ന ആ വിത്ത്, അതിനെ നമ്മൾ പരിപോഷിക്കണം. അത് മാത്രമല്ല, അതിന്റെ കൂടെ വളരുന്ന കളകളെ എടുത്ത് കളയുകയും ചെയ്യണം. We have to recognize what is the real plant of devotion and what is the weed. നമ്മൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വളരുന്ന യഥാർത്ഥ നമ്മുടെ ഭക്തിലത എന്താണെന്ന് മനസ്സിലാക്കുകയും ഏതാണ് അതിന്റെ കൂടെ വളരുന്ന കള എന്ന് മനസ്സിലാക്കുന്നതും അത്യാവശ്യമാണ്. These weeds are anarthas. They are unnecessary things which obstruct the growth of our creeper of devotion. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വളരുന്ന ഈ കലകളിനെ അനർത്ഥങ്ങൾ എന്നാണ് പറയുക. അനർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഓരോ ചിന്താഗതികൾ. And these anarthas are nourished by things like offenses, just like when we worship the deities. If we don't worship the deities properly, then we're guilty of seva aparad. ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഈ അപരാധം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വിഗ്രഹത്തെ ആരാധിക്കുകയാണ്. വിഗ്രഹത്തെ നമ്മൾ ശ്രദ്ധയില്ലാതെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് സേവാ അപരാധങ്ങൾ ഉണ്ടാവും. In our Krishna consciousness, of course, we have different rules and regulations. Prabhupada was very concerned about standards of cleanliness and punctuality. അപ്പോൾ ശീല പ്രഭുപാദ് ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് വിഗ്രഹാരാധനയിൽ നമ്മൾ സമയം പാലിക്കുക അത് നിഷ്കർഷയുള്ളതാണ്, അതേപോലെ തന്നെ അത് വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് നിഷ്കർഷയുണ്ട്. So cleanliness is not only external, not only bathing and wearing clean cloth, but also internal cleanliness. അപ്പം വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നത്, നല്ല വസ്ത്രങ്ങൾ എടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിനുള്ളിലും പരിശുദ്ധി വേണം. And the most important principle in cleanliness is to maintain regularly chanting of the Maha Mantra.
അപ്പൊ നമ്മുടെ ഉള്ളിൽ എങ്ങനെ എപ്പോഴും നമ്മൾ ശുദ്ധിയാക്കി വെക്കും എന്ന് പറഞ്ഞാൽ നിരന്തരം നമ്മൾ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ടാണ്. Sometimes people think deity worship is more important than our chanting. ചിലപ്പോൾ ഭക്തന്മാർ വിചാരിക്കും വിഗ്രഹാരാധനയാണ് ജപത്തിനെക്കാട്ടിലും വളരെ പ്രാധാന്യം. But the chanting of the Maha Mantra is essential in order for us to worship the deity without offense. പക്ഷേ വിഗ്രഹത്തിനെ സേവ അപരാധമില്ലാതെ നമുക്ക് ആരാധിക്കണമെങ്കിൽ നമ്മൾ ജപിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. And if we do commit offenses in worshipping the deity unknowingly, then we can overcome these offensive reactions by chanting the Maha Mantra. ഇനി ഒരു വേളയിൽ നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, അറിയാതെ അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നാമജപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ അപരാധങ്ങളുടെ റിയാക്ഷനെ ഓവർകം ചെയ്യാൻ പറ്റും. And in chanting the holy name, however, there are also offenses which have to be avoided. അപ്പോൾ നമ്മൾ ജപം കൊണ്ട് ഇത്രയും ഗുണങ്ങളുണ്ട്. അപ്പൊ ജപത്തിൽ ചിലപ്പോൾ നമ്മൾ അപരാധം ചെയ്യും, അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. And you know, we recite every morning usually the 10 offenses. നമ്മളെല്ലാം മംഗളാരതി കഴിയുമ്പോഴും നമ്മൾ 10 അപരാധങ്ങളെ കുറിച്ച് പറയാറുണ്ട്. And the seed of offense in our chanting, the seed of all offenses comes from inattentive chanting. നമ്മുടെ എല്ലാ അപരാധങ്ങളുടെയും മൂല കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധയില്ലാതെ നാമം ജപിക്കുന്നതുകൊണ്ടാണ്. So we have to give proper attention to the holy name and fix our mind on the sound of the Maha Mantra. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ നമ്മുടെ മനസ്സിനെ മഹാമന്ത്രം കേൾക്കുന്നതിൽ ശ്രദ്ധിക്കണം. So that allows us to keep the principle of cleanliness. And then punctuality means regularly at the proper times we make the offerings and we arrange for the offering of the arti. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധയാക്കേണ്ടത്. പിന്നെ നമ്മൾ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് ജപിക്കണം, കൃത്യസമയത്ത് ഭഗവാൻ നിവേദ്യങ്ങൾ കൊടുക്കണം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. Jai Jagannath Baladev. Jai. Srila Prabhupada was very strict with us, with the deity worship. If it was a little late, Prabhupada would want to know what's happening, why it's not ready. ശ്രീല പ്രഭുപാദ് ഞങ്ങളോട് വിഗ്രഹാരാധനയെ കുറിച്ച് വളരെ നിഷ്കർഷയായിരുന്നു. ശ്രീല പ്രഭുപാദ് എപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. He was also very particular about the offerings which we made to the deities. വിഗ്രഹത്തിന് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളും കറക്റ്റ് സമയത്തിന് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ശ്രീല പ്രഭുപാദിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. I had one experience. I was in Calcutta Temple during Srila Prabhupada's time. And what happened, it was the afternoon, we had the fruit offering to the deities in the afternoon there. And after the offering, Prabhupada said, bring me some of the fruit, I want to see what you're offering to the deities. അപ്പോൾ ഒരു വേളയിൽ ശീല പ്രഭുപാദ് കൽക്കട്ടയിലായിരുന്നു, ഞാനും ആ സമയത്ത് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഫ്രൂട്ട് ഓഫറിങ് ചെയ്യും. അപ്പം ശീല പ്രഭുപാദ് ഒരു വട്ടം പറഞ്ഞു, ഈ ഫ്രൂട്ട് ഓഫറിങ് കഴിഞ്ഞ സമയത്ത് പ്രഭുപാദ് പറഞ്ഞു ആ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കൊണ്ടുവരും, ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. So we brought the Maha to Srila Prabhupada, showed him the fruit, and Prabhupada said, he looked at the fruit and he said, who has purchased this fruit? പ്രഭുപാദ് ആ ഫ്രൂട്ട്സ് എല്ലാം നോക്കി, അതെല്ലാം നോക്കിയിട്ട് പ്രഭുപാദ് പെട്ടെന്ന് ചോദിച്ചു, ഇത് ആരാ ഇത് മേടിച്ചോണ്ട് വന്നത്? So we told Srila Prabhupada, oh Prabhupada, every day the fruit is bought by this one Bengali man who comes to the temple. His name was Debu. And so Prabhupada said, tell Debu to come here. അപ്പം ഭക്തന്മാര് പറഞ്ഞു, പ്രഭുപാദ് ഈ ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ മേടിക്കുന്നത് ദേബു എന്ന് പറഞ്ഞൊരു പഴക്കച്ചവടക്കാരനുണ്ട്, അയാള് വന്ന ബംഗാളിയാണ്, അയാൾ വന്നാണ് ഞങ്ങൾക്ക് പഴങ്ങളൊക്കെ തരുന്നത്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു ദേബുവിനോട് ഇവിടെ വരാൻ പറയും. So Prabhupada, when Debu came there, Prabhupada said to him, he said, you're Bengali, you don't know how to buy nice fruits for Krishna? These fruits are terrible. Why you buy fruits like this for offering to Krishna? അപ്പൊ പ്രഭുപാദ് ദേബുവിനെ കണ്ടപ്പം വഴക്ക് പറഞ്ഞു, നീ ഒരു ബംഗാളിയല്ലേ, നിനക്കറിയില്ലേ എങ്ങനത്തെ പഴങ്ങളാണ് ഭഗവാന് കൊടുക്കേണ്ടത്, ഇത്തരം പഴങ്ങൾ എങ്ങനെ ഭഗവാന് നിവേദിക്കാൻ പറ്റും, ഇത് വളരെ മോശപ്പെട്ട പഴങ്ങളാണ്.
So, we may think fruits, there's nothing, you're not, if you cook, you could mess up the cooking, maybe you put too much salt, or maybe it's burned or something. But fruits, you think nothing can go wrong. But Prabhupada was so particular. അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ പാകം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉപ്പ് കൂടുതലിടും, ഉപ്പ് കുറച്ചിടും, അല്ലെങ്കിൽ അത് കരിച്ചു കളയും. അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് പാകം ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പഴങ്ങൾ കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? എന്ത് പഴം കൊടുത്താലും അതിനകത്ത് പ്രശ്നമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ശീല പ്രഭുപാദ എന്ത് തരം പഴങ്ങൾ, എങ്ങനെയുള്ള പഴങ്ങൾ കൊടുക്കണം എന്നുള്ളത് വളരെ നിഷ്കർഷം പാലിച്ചു. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മുടെ ഏറ്റവും നല്ലതാണ് ഭഗവാന് കൊടുക്കേണ്ടത്. Must be conscious to try to offer the best. നമ്മുടെ ബോധം എപ്പോഴും ഉണ്ടാകണം, ഭഗവാന് കൊടുക്കേണ്ടതെല്ലാം ഏറ്റവും ഉത്തമമാണ്. Another incident which happened, I was in Vrindavan and it was lunchtime, Aarti, and this was 1970s. At that time there were not a lot of people there in Vrindavan. It was quite quiet. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഞാൻ വൃന്ദാവനത്തിലുണ്ടായിരുന്നു. അത് 1970-കളിലാണ്. ആ സമയത്ത് വൃന്ദാവന ക്ഷേത്രം വന്നതേ ഉള്ളൂ. അപ്പം ഒരുപാട് ഭക്തന്മാരൊന്നും ക്ഷേത്രം വിസിറ്റ് ചെയ്യാനായിട്ട് വരാറില്ല. Have you all been to Vrindavan? Yes. All of you? Yeah? You all went? Yeah, okay. So Krishna Balaram Mandir, and at the back of the mandir is Prabhupada's house, right? നിങ്ങൾക്ക് അറിയാമല്ലോ, കൃഷ്ണ ബലരാം മന്ദിരമുണ്ട്. അതിന്റെ പുറകിലാണ് പ്രഭുപാദന്റെ ഹൗസ്. So I was in the temple room and it was midday aarti and Prabhupada was in his room. അപ്പൊ ഞാൻ ഒരു ദിവസം മിഡ് ഡേ ആരതി നടക്കുകയായിരുന്നു, ഉച്ചയ്ക്കുള്ള ആരതി നടക്കുകയായിരുന്നു. ആ സമയത്ത് ശീല പ്രഭുപാദ് റൂമിലുണ്ടായിരുന്നു. Prabhupada was in his house, which is at the back of the temple. പ്രഭുപാദ് ആ റൂമിനകത്തുണ്ടായിരുന്നു, അത് ക്ഷേത്രത്തിന്റെ പുറകിലായിരുന്നു. So there was not many of us there in the temple room. So I got the kartals and I began to have a little kirtan for the pleasure of the deities. ഉച്ചയ്ക്ക് ആരതി നടക്കുന്ന സമയത്ത് ഒത്തിരി ഭക്തന്മാരൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു കർത്താൾ ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ഭഗവാന് പാട്ടുകൾ പാടുവാൻ, കീർത്തനം ചെയ്യുമായിരുന്നു. But after 5 minutes, Prabhupada's secretary came into the temple room. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രഭുപാദിന്റെ സെക്രട്ടറി ടെമ്പിൾ റൂമിലേക്ക് കയറി വന്നു. And he said, Prabhupada wants to know why is nobody playing the mridanga? സെക്രട്ടറി പറഞ്ഞു, പ്രഭുപാദൻ അറിയണം എന്തുകൊണ്ട് കർത്താള് മാത്രം അടിക്കുന്നു, ആരും മൃദംഗം അടിക്കുന്നില്ല. Prabhupada said, whenever there is kirtan, there must always be mridanga and kartal. പ്രഭുപാദ് പറഞ്ഞു, എപ്പൊക്കെ കീർത്തനം ചെയ്യുമ്പോൾ അപ്പം കർത്താളും മൃദംഗവും മസ്റ്റാണ്. So Prabhupada was so attentive to every detail. ശീല പ്രഭുപാദ് അത്രത്തോളം ശ്രദ്ധാലുവായിരുന്നു ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും. He was in his own room there, not even in the temple, but he was hearing and he was so concerned how we had to do everything. ശീല പ്രഭുപാദ് ക്ഷേത്രത്തിലല്ലായിരുന്നു, അതിന്റെ പുറകിലുള്ള റൂമിലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്രയും ഉത്കണ്ഠയുണ്ട് നമ്മൾ എങ്ങനെയാണ് അത് ഭക്തി പുരോഗമിക്കുന്നത്. And one more thing which happened with Prabhupada was in Mumbai. Prabhupada had come back from London. It was 1977. So Prabhupada was, he was on the bed. He was not active. ഇത് ശീല പ്രഭുപാദിന്റെ അവസാന കാലങ്ങളിൽ നടന്ന ഒരു സംഭവമാണ്. 1977 ശീല പ്രഭുപാദ് വിദേശത്തേക്ക് പോയിരുന്നു, ലണ്ടനിലേക്ക് പോയിരുന്നു അവസാന സമയത്ത്. എന്നിട്ട് അദ്ദേഹം ആരോഗ്യം ബുദ്ധിമുട്ടായതിനാൽ തിരിച്ച് ബോംബെയിലേക്കാണ് അദ്ദേഹം വന്നത്. So the temple building, the Juhu temple had not yet opened. They were still constructing it, but Srila Prabhupada wanted to move in there and stay there. ശീല പ്രഭുപാദിനെ കൊണ്ടുവന്നത് ഒരു ബെഡിലായിരുന്നു. അപ്പം ജുഹു ക്ഷേത്രം അപ്പോൾ ഓപ്പൺ ഒന്നും ആയിട്ടില്ല, അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പ്രഭുപാദിന് എനിക്ക് ഇവിടെ തന്നെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് താമസിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. So Srila Prabhupada was staying there and he wanted kirtan he wanted constant kirtan. ശീല പ്രഭുപാദ് അവിടെ താമസിക്കുകയായിരുന്നു കൺസ്ട്രക്ഷൻ നടക്കുന്ന റൂമില്. പക്ഷെ പ്രഭുപാദിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എപ്പോഴും കീർത്തനങ്ങൾ നടക്കണം എന്നാണ്.
And he was just, his room wasn't very big, so it was usually 2 people would go in and do some kirtan. അത് അവിടെ അന്നത്തെ ജുഹു ക്ഷേത്രത്തില് ആ റൂം വലിയ റൂമൊന്നുമല്ല, ചെറിയ റൂമായിരുന്നു. അതുകൊണ്ട് കീർത്തനം ചെയ്യാനായിട്ട് 2 പേർക്കേ അകത്ത് പ്രവേശിക്കാൻ പറ്റുണ്ടായിരുന്നു. And Prabhupada was laying there resting. ശ്രീല പ്രഭുപാദ ബെഡില് റെസ്റ്റ് എടുക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു. So I had the opportunity at one point to do some kirtan there with another devotee. അപ്പം എനിക്ക് ഒരു വട്ടം ശീല പ്രഭുപാദിനോടൊപ്പം ശീല പ്രഭുപാദിന്റെ അടുത്ത് മറ്റൊരു ഭക്തനോടൊപ്പം ഇരുന്ന് കീർത്തനം ചെയ്യാനൊരു അവസരം കിട്ടി. And we were chanting Hare Krishna mantra for some time. ഞങ്ങൾ കുറച്ചു നേരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിരുന്നു, കീർത്തനം ചെയ്തിരുന്നു. But then the devotee I was with at one point, he suddenly started to chant Govinda Jai Jai. എന്റെ കൂടെയുള്ള ഒരു ഭക്തൻ പെട്ടെന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം നിർത്തിയിട്ട് ഗോവിന്ദ ജയ ജയ എന്ന് പാടി തുടങ്ങി. So Prabhupada immediately opened his eyes and said, just chant Hare Krishna. ശീല പ്രഭുപാദ് പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ശീല പ്രഭുപാദ് പറഞ്ഞു, just chant Hare Krishna. So that was Prabhupada's direct instruction that I got. ശീല പ്രഭുപാദിൽ നിന്ന് നേരിട്ട് കിട്ടിയ എനിക്കൊരു നിർദ്ദേശമാണ്. Prabhupada liked the Mahamantra. ശീല പ്രഭുപാദിന് മഹാമന്ത്രം ജപിക്കുന്നതാണ് ഇഷ്ടം. And especially because he was preparing for his departure. ശീല പ്രഭുപാദ് തന്റെ ഈ ഭൂമിയിലുള്ള ലീലകൾ അവസാനിച്ച് തിരിച്ചു പോകുന്ന സമയമാണ്. So he was more focused on the Mahamantra. അതുകൊണ്ട് അദ്ദേഹം മഹാമന്ത്രത്തെ കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. Okay, any questions? Anybody? Anyone to ask anything? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന. Sometimes we are forced to do service, and sometimes there is voluntary service. What is the difference between voluntary service and forced service? Well, voluntary service means you do it with love for Krishna. Voluntary service എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന സേവനം. As an offering to Krishna. ഭഗവാനുള്ള ഒരു സമർപ്പണം എന്ന രീതിയിൽ ചെയ്യുന്നു. But when you're forced to do it, then you will do it grudgingly. So the attitude is very different. പക്ഷെ നമ്മളോട് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ വേണ്ട എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിന്റെ മനോഭാവം വളരെ വ്യത്യാസമാണ്. If you read the book, The Nectar of Instruction, Upadesh Amrita, Srila Prabhupada writes in the preface there that everything depends on the attitude. ശീല പ്രഭുപാദിന്റെ ഉപദേശാമൃതത്തിന്റെ തുടക്കത്തില് ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, എല്ലാ കാര്യവും നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. So if the attitude, if you're doing it grudgingly, if you're forced to do something, that is not really devotional service. There's no devotion there. നമ്മള് മനസ്സോടുകൂടിയാണ് ഒരു സേവനം ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ഭക്തി സേവനമായി മാറുന്നില്ല. So devotion means we do it with love. We want to do it. We're happy to do it. Devotion എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ, സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു മനസ്സോടുകൂടി ചെയ്യുന്നതിനെയാണ് ഡിവോഷൻ എന്ന് പറയുന്നത്. Devotees, their only desire is devotional service. ഭക്തന്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനമാണ്. Mahaprabhu says, Nadanam, Najanam, Nasundarim, Kavitamba, Jagadisha Kami. I have no desire to accumulate wealth or followers or enjoy fame. I don't even want liberation. I only want devotional service, birth after birth. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എനിക്ക് ഒരുപാട് ധനം വേണ്ട, എനിക്ക് സുന്ദരികളെ വേണ്ട, എനിക്ക് മോക്ഷം തന്നെ വേണ്ട, എനിക്ക് ഭക്തിയുത സേവനം മാത്രം, ജന്മജന്മാന്തരം മതി എന്നാണ് പറഞ്ഞത്. Devotional service means to give up the business mentality.
ഡിവോഷൻ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് മെന്റാലിറ്റി ഉപേക്ഷിക്കുക എന്നാണ്. When you do business, you think, I'm giving the goods, give me the money. അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഈ സേവനം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പണം കിട്ടണം. We want something back. നമുക്ക് എന്തെങ്കിലും തിരിച്ചു വേണം എന്ന ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നത്. But when we do devotion for Krishna, we're not thinking what I will get. പക്ഷെ നമ്മൾ ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എനിക്ക് ഇത് വേണം, അത് വേണം, മോക്ഷം വേണം, അത് വേണം എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. We want to serve Lord Krishna unconditionally. ഒരു ഉപാധികളും ഇല്ലാതെ ഭഗവാനെ സേവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. Ahaitaki apratihata, unmotivated and uninterrupted, then it will completely satisfy the soul. നമ്മൾ ഒരു ഭൗതിക നേട്ടങ്ങളും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഭക്തി ചെയ്യേണ്ടത്. അത് ഭക്തി ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചെയ്യേണ്ടതുമല്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് ആ ഭക്തി നമ്മുടെ ആത്മാവിനെ സംതൃപ്തനാക്കുകയുള്ളൂ. Chaitanya Mahaprabhu gave us Hare Krishna Mahamantra, but at the same time his personal kirtan he not allowed the public to hear. Why Maharaj this contradiction? പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൈതന്യ മഹാപ്രഭു നൽകിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ശ്രീനിവാസ് ഠാക്കൂറിന്റെ വീട്ടിനുള്ളിൽ രാത്രി ചെയ്ത കീർത്തനത്തില് പബ്ലിക്കിനെ അലോ ചെയ്തില്ല. അപ്പം ഒരേ സമയം കാരുണ്യവാനും അതേസമയം പബ്ലിക്കിനെ അലോ ചെയ്യുന്നില്ല. ഇതിന് തമ്മിലുള്ള വൈരുദ്ധ്യം എങ്ങനെ മനസ്സിലാക്കും? Well, because he had just initiating the Sankirtan movement. He wanted to taste the nectar of the holy name in the association of his intimate devotees. ചൈതന്യ മഹാപ്രഭു ആ സമയത്ത് സങ്കീർത്തന പ്രസ്ഥാനം തുടക്കം ഇടുകയായിരുന്നു. അദ്ദേഹത്തിന് ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരോടൊത്ത് തിരുനാമത്തിന്റെ മാധുര്യം ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. When you let everyone come to the kirtan, the atmosphere is not quite the same. എല്ലാവരും കൂടെ ആ സന്ദർഭത്തിൽ ആ കീർത്തനത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യം, ആ ഒരു അന്തരീക്ഷം അങ്ങനെ ആവില്ല. But when we have our own intimate people there, then we can relish more the holy name. നമ്മുടെ അടുത്തുള്ള ഭക്തന്മാരുടെ സാമീപ്യത്തിൽ നമ്മൾ കീർത്തനം ചെയ്യുമ്പോൾ നമുക്ക് തിരുനാമത്തിന്റെ മാധുര്യം മനസ്സിലാക്കാൻ സാധിക്കും. So initially Mahaprabhu wanted to relish the holy name with his devotees. കാരണം ഈ സങ്കീർത്തനത്തിന് തുടക്ക സമയമാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാല് തന്റെ പരിശുദ്ധ ഭക്തന്മാരോടൊത്ത് ഈ ഭഗവാന്റെ നാമത്തിന്റെ രുചി മനസ്സിലാക്കുക. Then later on, after he took sannyas, then made it more public. അദ്ദേഹം പിന്നെ സന്യാസം എടുത്തിട്ട് അത് വീണ്ടും ആ നാമത്തെ പബ്ലിക്കാക്കി മാറ്റി. We take initiation, generally we want to stop all material sense gratification, but as years passes, generally the tendency to enjoy senses also sometimes increases. So how to Tendency to enjoy the senses. Initially it's not there, but after initiation, then gradually when years pass, still that hankering for sense gratification is still there. So how to come over the tendency, even though we know that it's wrong, but I'm not able to practically come over that. നമ്മൾ ദീക്ഷ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്ദ്രിയാസ്വാദനമൊക്കെ കുറയ്ക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നമ്മൾ ദീക്ഷയൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇത് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദീക്ഷ എടുത്ത് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷവും എനിക്ക് ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കണം എന്നുള്ള പ്രവണത അത് ചിലപ്പോൾ കൂടി വരുന്നതായിട്ടോ അതല്ലെങ്കിൽ അത് മാറി പോകാതിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. അപ്പൊ അതിനെ എങ്ങനെ എനിക്ക് ഓവർകം ചെയ്യാം? I was explaining about Lord Rishabdev, how he was telling to his sons that there is different grades of happiness. There is sense gratification for animals like the pigs which eat stool. So there's low grade happiness. ഋഷഭദേവൻ പുത്രന്മാരോട് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഋഷഭദേവൻ പറഞ്ഞു പലതരത്തിലുള്ള സന്തോഷങ്ങളുണ്ട്. ഈ ഇന്ദ്രിയാസ്വാദനം എന്ന് പറഞ്ഞാൽ താഴ്ന്നതരം ജീവികൾ വരെ ചെയ്യുന്ന കാര്യങ്ങളാണ്. So we want the higher taste. We want to get the real sense gratification, the pleasure in devotional service. അപ്പൊ നമുക്ക് ഉന്നതമായ രുചിയാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധ ഭക്തിയിലാണ് അത്തരം ഉന്നത രുചി നമുക്ക് കിട്ടുന്നത്. We feel great pleasure taking part in a kirtan, having nice kirtan with the devotees.
അപ്പൊ നമുക്ക് പരിശുദ്ധ ഭക്തന്മാരോടൊപ്പം കീർത്തനം ചെയ്യുമ്പോൾ നമുക്ക് അത്തരം ഒരു രുചി അനുഭവിക്കാൻ സാധിക്കും. Maybe you put on a nice Rath Yatra festival and you enjoy sense gratification. നമ്മൾ നല്ലൊരു രഥയാത്ര ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മൾക്ക് ഉന്നതമായ ഇന്ദ്രിയാസ്വാദനമാണ് കിട്ടുന്നത്. Or you have the Snan Yatra for Lord Jagannath. സ്നാനയാത്ര ചെയ്യുമ്പോഴും അത്ര We feel pleasure in these events. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. So we don't say no sense gratification, but we say no sense gratification like the hogs and the dogs. അപ്പം നമ്മൾ പറയുന്നില്ല ഇന്ദ്രിയാസ്വാദനം ചെയ്യരുതെന്ന്. നമ്മൾ പന്നികളും നായ്ക്കളും ചെയ്യുന്ന ഇന്ദ്രിയാസ്വാദനത്തിന്റെ തലത്തിൽ ഇന്ദ്രിയാസ്വാദനം ചെയ്യാതിരിക്കും. Just like who was it? Yamunacharya praised Yadavati Mama Cheta. Is it Yamunacharya had been a great king and he had a lot of sense gratification. Then he renounced everything and he became a very saintly person and he was in charge of Sri Rangam temple. യമുനാചാര്യര് അദ്ദേഹം ഒരു രാജാവായിരുന്നു പണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ ഒരുപാട് ഇന്ദ്രിയാസ്വാദനത്തിന്റെ അവസരങ്ങളുണ്ട്, ഒരുപാട് സ്ത്രീകളുമായിട്ട്. പക്ഷെ അതിനുശേഷം അതെല്ലാം വിട്ട് അദ്ദേഹം ഒരു സന്യാസിയായി മാറി. അദ്ദേഹം ശ്രീരംഗം ക്ഷേത്രത്തിന്റെ ഇൻചാർജുമായി മാറി. And sometimes he would remember how he had had a lot of sense gratification before becoming renounced. അദ്ദേഹം ഒരു സന്യാസി ആവുന്നതിന് മുമ്പ് രാജാവിന്റെ സ്ഥാനത്തിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഒരുപാട് ഇന്ദ്രിയാസ്വാദന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മ വരും. So sometimes he's relishing the pleasure of Lord Krishna, serving Lord Krishna and enjoying spiritual bliss, and other times sometimes his mind will reflect on gross sense gratification. So at that time his lips will curl with distaste and he will spit at the thought. അദ്ദേഹം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉന്നതമായ രുചി അനുഭവപ്പെടും. ചില സമയങ്ങളിൽ അദ്ദേഹം തന്റെ രാജാവായിരുന്ന സമയത്തുള്ള ഇന്ദ്രിയാസ്വാദനങ്ങളും ഓർമ്മ വരും. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഇത് രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് അദ്ദേഹത്തിന് ഇന്ദ്രിയാസ്വാദനങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്ന സമയം അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ചുരുണ്ടു വരികയും ആ ഒരു ചിന്തയെ അദ്ദേഹം ഒരു തുപ്പി അത് കളയുകയും ചെയ്യും. So you can also spit at the thought. നമുക്കും ഇത്തരം ചിന്തകൾ വരുമ്പോൾ അതിനെ തുപ്പി അകറ്റാൻ പറ്റും. We have to understand we need sense gratification, but we want spiritual sense gratification. നമുക്കും ഇന്ദ്രിയാസ്വാദനങ്ങൾ വേണം, പക്ഷെ അത് ഈ ആത്മീയപരമായിട്ടാണ് വേണം നമ്മൾ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാൻ. So if we purify our consciousness, we can experience real sense gratification. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ പരിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ദ്രിയാസ്വാദനം ലഭിക്കും. That's param dristva, the higher taste. അപ്പൊ നമുക്ക് ഒരു ഉന്നതമായ രുചി ലഭിക്കും. In Bhagavad Gita, Lord Krishna says the embodied soul may be restricted from sense gratification, but the taste for sense objects remains. But ceasing such pleasure by experiencing a higher taste, he is fixed in consciousness. അപ്പോൾ ഏതൊരു വ്യക്തിയാണ് ഉന്നതമായ രുചിയിൽ നിൽക്കുന്നത്, അത്തരം ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ദ്രിയാസ്വാദനങ്ങളുടെ പുറകെ പോകുന്ന ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി സാധിക്കൂ. We see Vishwamitra, he was struggling to elevate himself, and then some Menaka comes and he falls down with Menaka, and then he realizes, I've fallen down again, and he goes off and he leaves Menaka, and again he continues. വിശ്വാമിത്രന്റെ കഥ അറിയാം. വിശ്വാമിത്രൻ ഒരുപാട് ഇന്ദ്രിയാസ്വാദനം ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് മേനക വന്നത്. വീണ്ടും അദ്ദേഹം പോയി, വീണ്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അദ്ദേഹം വീണ്ടും ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. So he went on anyway to become fixed in consciousness. നമ്മൾ തിരിച്ചദ്ദേഹം വന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ ബോധത്തെ ഈശ്വരൻ നടപ്പിച്ചു. So you have to cultivate spiritual knowledge. We have to hear about the futility of gross sense gratification. നമ്മൾ അതുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള വളർച്ച നമ്മൾ നേടണം. നമ്മൾ അതേസമയം തന്നെ ഇന്ദ്രിയാസ്വാദനത്തിന്റെ പുറകെ പോകുന്നതിന്റെ നിരർത്ഥകയെ കുറിച്ച് മനസ്സിലാക്കണം. We
we described tonight. We said that is chewing the chewed. അത് വീണ്ടും ചവച്ചതിനെ ചവയ്ക്കുന്നത് തന്നെയാണ് ഈ ഇന്ദ്രിയം, ഭൗതികമായ ഇന്ദ്രിയം. There's no real pleasure in the material world. But out of ignorance we're thinking. അത് ഒരു രുചിയുമില്ല ഈ ഭൗതിക ലോകത്തിലെ ഇന്ദ്രിയാസ്വാദനം. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് ചിന്തിക്കുന്നതാണ് അജ്ഞാനം. We have to overcome that ignorance. ആ അജ്ഞാനത്തെ നമ്മൾ ജയിക്കുക തന്നെ വേണം. By regularly hearing. സ്ഥിരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് And then the consciousness will become fixed. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ ബോധം ഉറപ്പിക്കും. One devotee came to Prabhupada and he said to Srila Prabhupada, he said, Srila Prabhupada, he said, you know, I'm chanting and I'm following the principles, but sometimes when I'm chanting, I remember the things I did before I became a devotee. ഒരു വട്ടം ഒരു ഭക്തൻ വന്ന് ശ്രീല പ്രഭുപാദനോട് ഒരു വിഷമം പറഞ്ഞു, പ്രഭുപാദ്, ഞാൻ 4 യമനിയമങ്ങൾ പാലിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ നാമം ജപിക്കുന്ന സമയത്ത് ഞാൻ ഭക്തനാകുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. So Srila Prabhupada explained to him, he said, Krishna is telling you, if you ever give up Krishna consciousness, you have to go back to that life. ശ്രീല പ്രഭുപാദ് അതിന് നല്ലൊരു വിശദീകരണം കൊടുത്തു. ഈ ഓർമ്മകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ കൃഷ്ണൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ഈ കൃഷ്ണാബോധം വിട്ടുകഴിഞ്ഞാൽ നീ ഇതേ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. Any other questions? How can we develop the taste for the holy name? By more chanting. വീണ്ടും ജപിച്ചാൽ, ഒരുപാട് ജപിച്ചാലേ നാമത്തിന് രുചി കിട്ടും. Alright? Rupa Goswami in Upadeshamrita describes, he said, just like the jaundice. Did you get jaundice before? I got jaundice when I first came to India. I came to India, it was 1975. Many of you were not born. But anyway, I came to India and it was very hot in the summer in Delhi. And in those days there was no pure water or things, you know. So I got jaundice. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ? എനിക്ക് മഞ്ഞപ്പിത്തം വന്നത് ഞാൻ ആദ്യമായിട്ട് 1975 ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ നിങ്ങൾ ആരും ജനിച്ചു കാണത്തില്ല ആ സമയത്ത് ഒരു ഭയങ്കര ചൂടായിരുന്നു, ശരിക്കും ശുദ്ധമായ വെള്ളമൊന്നും ഇല്ലായിരുന്നു. അന്ന് എനിക്ക് ജോണ്ടിസ് വന്നു. So I went to doctor and doctor said, oh yeah, you've got jaundice. I said, give me some medicine. He said, don't have any medicine for it. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മഞ്ഞപ്പിത്തമാണ്, എനിക്ക് എന്തെങ്കിലും മരുന്ന് തരണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിനക്ക് മരുന്നൊന്നുമില്ല, just rest, you get better. നീ വെറുതെ റെസ്റ്റ് എടുത്താൽ മതി, അതൊക്കെ ശരിയാവും. Anyway, I went back to the temple and the devotee there told me, he said, oh, you should drink sugarcane juice. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പം എന്നെ ഒരു ഡിവോട്ടി പറഞ്ഞു, നീ കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ മതി. So I thought, oh, that sounds nice. I like sugarcane juice. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും നല്ല മരുന്നാണല്ലോ, എനിക്ക് എന്തായാലും കരിമ്പ് ജ്യൂസ് ഇഷ്ടമാണ്. So I got a big bottle of sugarcane juice to drink. ഞാൻ ഒരു വലിയ കുപ്പിയിൽ ഷുഗർകെയിൻ ജ്യൂസ് മേടിച്ചിട്ടുണ്ടാവും. But when I went to drink it, it tastes terrible. What's wrong? ഞാൻ അത് കുടിച്ചപ്പോൾ ഭയങ്കര കയ്പായിരുന്നു. Yeah, because you've got jaundice, your liver is not right. So you cannot taste the real sugar cane. You're not tasting the real sugar because your liver is not functioning. ഭക്തൻ പറഞ്ഞു തന്നു, മഞ്ഞപ്പിത്തമുള്ള സമയത്ത് നമ്മുടെ കരള് വർക്ക് ചെയ്യുന്നില്ല, ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ഷുഗർകെയിൻ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് ദഹിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വളരെ അസ്വാകാര്യമായിട്ടുള്ള രുചിയായിരിക്കും. He said you have to keep drinking. Gradually your liver will get healthy. പക്ഷെ ഇത്രയും രുചി ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഈ ഇത്രയും കയ്പുണ്ടെങ്കിലും നീ വീണ്ടും വീണ്ടും അത് കുടിക്കണം. ക്രമേണ നിന്റെ ലിവർ വർക്ക് ചെയ്യും. So in the same way with the holy name, we have jaundice of materialism. Our attachment to materialistic life does not allow us to taste the real nectar of the holy name. ഇതേപോലെയാണ് ജോണ്ടിസ് നമുക്ക് എങ്ങനെ ബാധിച്ചോ അതേപോലെയാണ്
നമുക്ക് ഭൗതിക ജീവിതത്തിനോടുള്ള ആസക്തി, ഇത് കാരണം നമുക്ക് നാമം ജപിക്കാൻ നമുക്ക് തോന്നാറില്ല. But if we keep chanting, gradually one day it will become sweet. പക്ഷെ നമ്മള് ഇങ്ങനെ തോന്നിയില്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ടിരുന്നാൽ ഒരു നാൾ നാമത്തിന് നമുക്ക് രുചിക്കും. Srila Prabhupada gives the example about the mango. So you get the green mango, but you wait for it to become ripe, and then when it becomes ripe, then it will be nice and sweet. The green mangoes are not sweet. ശീല പ്രഭുപാദ് പച്ചമാങ്ങയുടെ ഉദാഹരണം പറഞ്ഞു തരാണ്. നമ്മൾ പച്ചമാങ്ങ വീട്ടിൽ വെച്ചിരുന്നാൽ കാലക്രമേണ അത് കുറച്ചു നാൾ കഴിയുമ്പോൾ പഴുത്തു വരും. അതേപോലെ നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നാമത്തിന് രുചിക്കും. So you're chanting, that's like a green mango. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ജപം എന്ന് പറഞ്ഞാൽ ഒരു പച്ചമാങ്ങ പോലെയാണ്. So keep chanting, and one day that mango will ripen. അപ്പൊ വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ടിരിക്കുക. ഒരു നാള് നമ്മുടെ ആ മാമ്പഴം അല്ലെങ്കിൽ ആ ജപം പരിശുദ്ധീകരിക്കും. It's the real nectar of the holy name. ഇതാണ് നാമത്തിന്റെ യഥാർത്ഥ രുചി. Okay. Well, thank you very much. Hare Krishna. Srila Prabhupada ki जय। His Holiness Bhakti Vigna Vinash Narasimha Maharaj ki जय।